അതെ, ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, എൻ്റെ വീട്ടിലുള്ള മുസമ്പിയാണ് കേട്ടോ. ഇത് എടുക്കാറായിട്ടില്ല, പാകമായിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഒത്തിരി കുഞ്ഞു കുഞ്ഞു മുസമ്പി വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി കാ വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇലയാണെങ്കിൽ ഭയങ്കര മണമാണ് കേട്ടോ. നമ്മുടെ ഈ നാരകത്തിൻ്റെയൊക്കെ ഇലയുടെ കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ളൊരു ഫ്രാഗ്രൻസാണ് കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഭയങ്കര മണം അടിക്കും. ഞാൻ പിന്നെ അധികം ഹൈറ്റ് വയ്ക്കാതെ ഇത് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കും കേട്ടോ. ഇനി വേറൊരു ഫ്രൂട്ട് പ്ലാന്റ് കാണാവേ. ഇതാണ് ബെയർ ആപ്പിൾ. അതായത് ഇതിനെ ഇന്ത്യൻ പ്ലം എന്നൊക്കെ പറയും. എനിക്കിത് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര പാകമായിട്ടില്ല. ഇത് കുറച്ചും കൂടെ വലുതാവും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി ഒരു മധുരമൊക്കെ വരും. ഇപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഈ സബർജലിയൊക്കെ കഴിക്കുമല്ലോ, അതൊക്കെ കടിക്കുമ്പോഴത്തെ ഒരു ഫീലായിരിക്കും. പിന്നെ കുറച്ചും കൂടെ പാകമാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ ഈ ഗ്രീനിൽ നിന്ന് കുറച്ചും കൂടെ ചെറിയൊരു യെല്ലോ കളറും കൂടെ അതിനകത്ത് വരും. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ സ്വീറ്റ് ആയിരിക്കും. ഇനി അടുത്തതേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കാണാവേ. ജാമ്പയ്ക്കയാണ്. ഇത് സീഡ്ലെസ് ജാമ്പയാണ് കേട്ടോ. ഇതിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡേ വന്നിട്ടുള്ളെങ്കിൽ ഭയങ്കര മധുരമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മധുരമാണ്. നല്ല കളറൊക്കെ വന്ന് നല്ല പാകമായിട്ടുള്ള രണ്ടെണ്ണം കൂടെ കിട്ടി കേട്ടോ. അതാണെങ്കിൽ ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.